നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കി സിജെപി. ജന്തർ മന്ദറിൽ നൂറുകണക്കിന് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തെ നേരിടാൻ ജന്തർ മന്ദർ പരിസരത്ത് ഇന്റർനെറ്റ് വിലക്കിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഹാരമല്ലെന്ന് സിജെപി നേതാക്കൾ പറഞ്ഞു. നിലവിലെ കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി മാറ്റുമ്പോൾ കെട്ടിക്കിടക്കുന്ന കേസായി ഇത് മാറുമെന്ന് പാർട്ടി വക്താവ് സൗരവ് ദാസ് പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രി പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതികരിച്ചു. Prime Minister Modi's tweet, we did read it. However, it's a band-aid measure. It doesn't really cut it. The protesters who have come here from across India, including from Kerala, Tamil Nadu, from people all over the country, they have a very clear demand. Their demand is that Dharmendra Pradhan has to go. Now, fast-track courts. What do you mean by fast-track courts? There are courts already in this country. They are reeling under severe pendency of 5 crore cases. What usually happens is a existing court is converted into a fast-track court for certain kind of matters. You are not creating a new court. So when you are designating or converting an existing court, you are actually increasing pendency. You are not even solving it. So by saying that we will solve paper mafia and paper leak problem through fast-track courts, you are increasing a pendency of cases also in the courts. So this is a band-aid measure. It has not been thought through. There has been no dialogue, no deliberation within the government. This is what we feel. And at the same time, we want to say that the protesters here have a very clear demand, and it's non-negotiable that Dharmendra Pradhan has to go. For instance, if you are making a fast-track... ജന്തർ മന്ദറിൽ നിന്ന് ലാൽകുമാർ ചേരുകയാണ്. ലാൽകുമാർ, പ്രതിഷേധം വീണ്ടും ശക്തമാകുമ്പോഴാണ് പ്രധാനമന്ത്രി മൗനം വെടിയുകയും ഇക്കാര്യത്തിൽ ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഉറപ്പുകളൊന്നും തന്നെ സ്വീകാര്യമല്ല. സമരം അതിശക്തമായി തന്നെ തുടരുമെന്നാണോ സിജെപി അറിയിക്കുന്നത്? ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത് തന്നെ. അത് ഒരു ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ പ്രതിഷേധത്തിൽ ഈ വലിയ പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രി മിണ്ടി എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ എന്നാൽ ആ പ്രതികരണം നടന്ന മിനിറ്റുകൾക്കകം തന്നെ സിജെപി അതിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു. അഭിജിത്ത് ദീപ്തി ഉൾപ്പെടെയുള്ളവർ അതിന് പരിഹാസമായി രംഗത്തെത്തിയിരുന്നു. അതിനൊരു വേർഡ് നത്തിങ് എന്നൊരു വാക്കിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ പരിഹാസം പോലും ഉണ്ടായത്. അത്തരത്തിൽ ആ നിമിഷം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തെ പൂർണ്ണമായും സിജെപി തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് സിജെപിയുടെ നേതൃത്വത്തിൽ ഒരു കൂടിയാലോചന നടത്തി വരും ദിവസം സമരങ്ങൾ എങ്ങനെ പോകണമെന്ന് അതിൽ അവർ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും പിന്നോട്ടില്ല. ഒരു കാരണവശാലും പ്രധാനമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കില്ല എന്ന കാര്യം തന്നെയാണ് ഈ സൗരവ് ദാസ് ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ഫാസ്റ്റ് ട്രാക്ക് അതിവേഗ കോടതി കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഇവിടെ ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ കൂട്ടത്തിലേക്ക് ഇത് പോകും എന്നൊരാശങ്ക സിജെപിക്കുണ്ട്. അത് വ്യക്തവുമാണ്. മാത്രമല്ല ഈ കോടതിയിൽ ജഡ്ജ് അല്ലെങ്കിൽ ഉൾപ്പെടെ ഈ വിധിന്യായം പറയുന്ന ആളുടെ സുതാര്യത ഉൾപ്പെടെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇന്ന് സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഈ മെട്രോ സ്റ്റേഷനിൽ അടച്ച വിഷയത്തിൽ ഉൾപ്പെടെ ഇടപെടുന്ന രീതി കൂടി ഉണ്ടായിരുന്നു. 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും അടച്ച് ജനജീവിതം ദുസ്സഹമായി തുടരുകയായിരുന്നു. രാവിലെ ഓഫീസിൽ പോകേണ്ടവർ ഉൾപ്പെടെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഇന്നിവിടെ ഡൽഹി നഗരത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഇന്റർനെറ്റ് സംവിധാനം 5 കിലോമീറ്ററിലധികം പൂർണ്ണമായും ഇന്ത്യ തടസ്സപ്പെട്ടു. മാത്രമല്ല കോൾ സംവിധാനവും ചില സമയത്ത് തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ പുറത്തു വന്ന വാട്സപ്പുകൾ വ്യാപകമായി വാട്സപ്പുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഈ സിജെപി പ്രവർത്തകരുടെ വാട്സപ്പുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. കാരണം ഇത് പ്രചരിപ്പിക്കാൻ ഇവിടെ നിന്നുള്ള വീഡിയോകൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യമാണ് ഈ സിജെപി പ്രവർത്തകർ എന്ന് പറയുന്നത്. മാത്രമല്ല NSA അധിക സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ കരുതൽ തടങ്കൽ നടപ്പിലാക്കാൻ തുനിയുന്നു. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന തരത്തിൽ സിജെപി. ലാൽകുമാർ, ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ ഒരു അനുനയത്തിന്റെ സമവായത്തിന്റെ ഒരു പാത സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാർക്ക് നേരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് ഡൽഹി പോലീസ് പിൻവാങ്ങിയിട്ടുണ്ടോ? ഡൽഹി പോലീസ് അത്തരത്തിൽ ഒരു പിൻവാങ്ങൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇന്നലെ രാത്രിയോടുകൂടിയുള്ള അക്രമത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം മാത്രമല്ല കൂടുതൽ ഫോഴ്സ്
ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അത്തരത്തിൽ കൂടുതൽ ഫോഴ്സ് ഇവിടെ വന്നിരുന്നു. അവർ അടിച്ചൊതുക്കുന്ന രീതിയിലേക്ക്, രാത്രിയുടെ മറവിൽ ഒതുക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. ഇന്നും CJP വക്താക്കൾ അത് തന്നെയാണ് പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം വിളിച്ചുവിടുന്ന രീതി, അത് മാത്രമല്ല വഴി തടയുന്ന രീതി, വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന, പെൺകുട്ടികൾ ഉൾപ്പെടെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസ് പിൻവാങ്ങുന്ന കാര്യം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യം, അതിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. കാര്യം ഈ രാജിയല്ലാതെ മറ്റൊരു തീരുമാനത്തിനും ഇവർ അംഗീകാരം നൽകുന്നില്ല. പ്രതിപക്ഷം ഉൾപ്പെടെ സമരരംഗത്തേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നു. CIT ഇന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, SFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ഓരോന്നായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കേന്ദ്രം ഇപ്പോൾ പ്രതിരോധത്തിലായി എന്ന് വേണം മനസ്സിലാക്കാൻ.